മാധ്യമങ്ങളും വാർത്താ ചാനലുകളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ തന്നെ എന്തോ ഒരു എന്താ പറയാ രാജ്യവിരുദ്ധ നിലപാട്. മാധ്യമങ്ങൾക്കൊക്കെ രാജ്യവിരുദ്ധ നിലപാടാണെന്ന് ആരാണ് താങ്കളോട് പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ മാധ്യമങ്ങൾക്കല്ല പറഞ്ഞത്. ആ ഒരു മാധ്യമത്തിന് രാജ്യവിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് ഈ നാട്ടിലൊരു നിയമമില്ലേ? പറയട്ടെ നിങ്ങൾക്ക് പറയാം. ഞാൻ പറയണല്ലോ, പറയൂ, പെട്ടെന്ന് പറയൂ. നമുക്കിത് ആകെ അരമണിക്കൂറേ ഉള്ളൂ, 5 ആള് വെയിറ്റിംഗ് ആണ്. അതാ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. കാരണം വെച്ചാല് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം ഒന്നായിട്ട് നിലനിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ആള് ഞാന്. ഞങ്ങളൊക്കെ എന്താണ് രണ്ടായി നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ കാര്യം പറയൂ, എനിക്ക് തൊട്ട് മനസ്സിലാകുന്നില്ല. മാധ്യമങ്ങൾ ഞങ്ങളുടെയൊക്കെ ദേശഭക്തി അളക്കാൻ എന്ത് ബാരോമീറ്റർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എനിക്കത് മനസ്സിലായില്ല. അളക്കാനുണ്ട്. എന്താണ് ഞങ്ങൾ എവിടെയാണ് ദേശവിരുദ്ധരായി മാറിയത്? ദേശവിരുദ്ധരെന്നല്ല പറഞ്ഞത്, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആർക്ക് അനുകൂലമായി? ദേശവിരുദ്ധർക്ക് അനുകൂലമായി എന്ത് നിലപാടാണ് ഈ രാജ്യത്തെ മാധ്യമങ്ങൾ എടുത്തിട്ടുള്ളത്? കാരണം ഇന്ന് BJP RSS എന്ന് പറഞ്ഞ സംഘടന BJP RSSനെ എതിർക്കുന്നുണ്ടാവും. അത് ദേശവിരുദ്ധ നിലപാടല്ല, അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. BJP എതിർക്കാം, RSSനെ എതിർക്കാം, കോൺഗ്രസിനെ എതിർക്കാം, തമ്മിൽ എതിർക്കാം, അനുകൂലിക്കാം. അതൊക്കെ നമ്മുടെ ഇതാണ്. അതെങ്ങനെയാ BJP എതിർത്താൽ ദേശവിരുദ്ധനായി എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അത് എതിർത്തോട് ഞങ്ങൾ എതിർക്കണ്ടെന്നല്ല പറഞ്ഞില്ലല്ലോ. ഞാൻ അതിനെ പറ്റിയല്ല പറഞ്ഞു വരുന്നത്. നിങ്ങൾ എങ്ങനെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കും? നിങ്ങൾ പറയുന്നേ, നിങ്ങൾ ചോദിക്കുകയാണ് മാധ്യമങ്ങൾ ദേശവിരുദ്ധരാണ് എന്ന് കുറെ നേരമായി പറയുന്നു. അതിന്റെ ഒരു തെളിവാണ് ഞാൻ ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ BJP നിങ്ങൾ എതിർക്കണം, BJP RSSനെ എതിർക്കണം. അതാണ് അതിന്റെ വിജയ രഹസ്യം. അല്ല, അതിന് ആരുടെ അനുമതിയൊന്നും ആവശ്യമില്ല. ഈ രാജ്യത്ത് ആർക്ക് വേണമെങ്കിലും ആരെയും എതിർക്കാം. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ 9 മണിക്ക് വരെ എന്താ പറഞ്ഞു വന്നത്? ആ സമയത്ത് ഇലക്ഷൻ ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും മുന്നിൽ. അണ്ണൻ തിന്നുന്നവർക്ക് ശരിക്കും മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് ഈ രാജ്യദ്രോഹ എന്തടിസ്ഥാനത്തിലാണ് ഈ മാധ്യമങ്ങളടക്കം ഇതിനെ എതിർക്കുന്നത്? കാരണം നമ്മുടെ നാടിന്റെ കൂടെ നിൽക്കേണ്ട രാജ്യമാണ് കാശ്മീർ. അല്ല, 370-ാം വകുപ്പ് എന്നത് ഒരു തർക്ക വിഷയമാണ്. അത് അന്ന് ആ 370-ാം വകുപ്പ് എടുത്തു കളയണമെന്ന നിലപാടാണ് BJPക്കുള്ളത്. അത് നിലനിർത്തണം എന്ന വകുപ്പുകൾ അല്ലെങ്കിൽ ചിന്തിക്കുന്നവർ ഉണ്ടാകാം. പക്ഷെ അതുകൊണ്ട് ജമ്മു കാശ്മീരോ പാകിസ്ഥാന്റെ ഭാഗമാണെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ജമ്മു കാശ്മീർ എല്ലാ കാലത്തും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ജമ്മുവിലെ ആളുകൾക്ക് ചില പ്രത്യേക നിയമങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകിയിരുന്നു. അങ്ങനെ പല സംസ്ഥാനങ്ങൾക്കും ആനുകൂല്യം നൽകുന്നുണ്ട്. അങ്ങനെ നൽകിയ ഒരു ആനുകൂല്യമാണ് 370-ാം വകുപ്പ് എന്നാണ് ചിലർ അതിനെ വ്യാഖ്യാനിച്ചിരുന്നത്. മറ്റു ചിലർ വേറെ തിരുത്തി അങ്ങനെ ആർക്കും ഒരു പ്രത്യേക ഇത് വേണ്ട, എല്ലാവരും ഒരേപോലത്തെ നിയമങ്ങൾ പാലിക്കട്ടെ, അങ്ങനെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. അതിൽ സംബന്ധിച്ച അഭിപ്രായ ഭിന്നതകളുണ്ടാകും. അതെങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഇത് പ്രദീപിനെ ആരോ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ഞാൻ വളരെ വിശദമായിട്ട് പഠിക്കുന്ന ആളാണ്. ഞാൻ പഠിച്ചോളൂ, അതിലൊന്നും ഒരു പരാതിയുമില്ല. നിങ്ങൾ ഒരു പക്ഷേ ഏതെങ്കിലും പൊളിറ്റിക്കലിന്റെ ആളായിരിക്കും, ഞാനും ഒരു പൊളിറ്റിക്കൽ. അതൊന്നും ഇവിടുത്തെ ചർച്ചാ വിഷയമല്ലല്ലോ. ഞാൻ പൊളിറ്റിക്കലിന്റെ ആളോ നിങ്ങൾ പൊളിറ്റിക്കലിന്റെ ആളോ എന്നല്ല. നിങ്ങൾ ഇവിടെ ഉന്നയിച്ച ഒരു വളരെ വളരെ മോശമായ ഒരു കാര്യമുണ്ട്. ഞങ്ങളൊക്കെ എന്തോ ദേശവിരുദ്ധരാണ്. അത് നിങ്ങളെപ്പോലെ പല ആളുകളും പറയുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പാർട്ടിയെ അങ്ങ് പിന്താങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ദേശവിരുദ്ധരാകുന്നത് എങ്ങനെ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ദേശവിരുദ്ധരാകുന്നതിന് ഞങ്ങൾക്ക് പറയാനുള്ള അധികാരം ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് ഞങ്ങൾ ഏറ്റുപറയുന്നു. അല്ലാതെ ആരെയും ദേശവിരുദ്ധർ ദേശഭക്തർ എന്ന തരത്തിൽ വേർതിരിക്കാനുള്ള ഒരു ബാരോമീറ്ററും ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കയ്യിലില്ല. നിങ്ങൾ ആരുടെയും ഒരു സർട്ടിഫിക്കറ്റും ഒരു ഇന്ത്യക്കാരനാണെന്നും അഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരനാണെന്നും എടുത്തു പറയാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ഒരു തരത്തിലുള്ള അറ്റസ്റ്റേഷനും വേണ്ട. ഞങ്ങൾ ദേശഭക്തരാണ് എന്ന് പറയാനുള്ളത്. ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇന്ത്യ എന്താണെന്ന് അറിയാം. അതിന് മറ്റാരുടെയെങ്കിലും ഒരു തരത്തിലുള്ള പിന്തുണയും ആവശ്യമില്ല. എനിക്കറിയാമില്ല. ഇത്ര അറിവ് കൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ പൗരനായി നിലനിൽക്കാനും ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഒക്കെ നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ ധരിക്കുന്നത് എന്താ? നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ പുറകിലാണ് എന്ന് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ ദേശവിരുദ്ധരാകുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആശയത്തെ പിന്താങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ദേശവിരുദ്ധരാകുകയാണ്. ഈ പിന്തിരിപ്പൻ ആശയങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാട് BJPക്ക് പോലുമില്ല, BJP നേതാക്കൾക്ക് പോലുമില്ല. നിങ്ങൾ പറയുന്ന ഈ പാർട്ടികളുടെ PDPയുമായി BJP സഖ്യമുണ്ടാക്കിയിട്ടില്ലേ? അതൊക്കെ ജനാധിപത്യത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉടനെ നിങ്ങളുമായി സഖ്യമുണ്ടാക്കാത്തവരെല്ലാം ദേശവിരുദ്ധർ, അല്ലെങ്കിൽ BJPയുമായി സഖ്യം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ അവർ ദേശാഭിമാനികൾ. ഇങ്ങനെയൊക്കെയുള്ള വിഡിത്തങ്ങൾക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് പറയാം, രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കാം. പക്ഷെ അതെടുത്തുകൊണ്ട് വന്ന ഒരു പൊതുവേദിയിൽ ഒരു മാധ്യമപ്രവർത്തകർ നിങ്ങൾ ദേശവിരുദ്ധനാണ് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഏറ്റവും വലിയ ദേശഭക്തനാണ് ഞാൻ. എന്റെ പേര് തന്നെ മനു ഭരത് എന്നാണ്. അതിൽ തന്നെ ഉണ്ട് ഇന്ത്യൻ ദേശീയത.
അങ്ങനെ ഞാൻ പിന്നെ അതിനപ്പുറത്തേക്ക് പ്രദീപ് കുമാറിന്റെ ഒരു കത്ത് ഇവിടെ ആവശ്യമില്ല. ഞാൻ ദേശീയവാദിയാണ്, അല്ലെങ്കിൽ എന്റെ രക്തത്തിൽ ഇന്ത്യൻ അഭിമാനമുണ്ട് എന്ന് തെളിയിക്കാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല. ഏതായാലും ഇത്തരം വകതിരിവില്ലാത്ത ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത്ര ശുഭകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ